ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ യു എസ് എസ് ചാനൽ. സോ നമ്മളുടെ യു എസ് എസ് അല്ലേ, നമ്മൾ ഒരുപാട് ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ യു എസ് എസ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ CM കിഡ്സ് UP എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി എല്ലാവർക്കും അറിയേണ്ടത് എത്രയായിരിക്കും കട്ട് ഓഫ് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഈ വർഷം കട്ട് ഓഫ് ഉള്ളത്, ഈ വർഷത്തെ കട്ട് ഓഫിൽ എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത്, അതുപോലെ തന്നെ ഈ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെ ആയിരിക്കും പലരുടെയും ചിന്ത അല്ലേ. നമുക്ക് USS കിട്ടുമോ ഇല്ലേ, ഇതൊക്കെ ആയിരിക്കും പലരുടെയും ചിന്ത. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CM കിഡ്സ് UP, അതായത് USSന്റെ പേര് മാറ്റിയിട്ടുള്ളത് CM കിഡ്സ് UP എന്നാണല്ലോ. സോ അതിൻ്റെ ന്യൂ കട്ട് ഓഫ് സിസ്റ്റം എങ്ങനെയാണ്, അതുപോലെ തന്നെ കട്ട് ഓഫ് എത്രയായിരിക്കും ഏകദേശം വരാൻ ചാൻസ് ഉള്ളത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് ഏറ്റവും വലിയ ബിഗ് ചേഞ്ച് ഈ വർഷം നടന്നിട്ടുണ്ട്. ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 90 മാർക്സ് ആയിരുന്നു ടോട്ടൽ മാർക്സ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. ഈ വർഷം മുതൽ നമുക്ക് 100 മാർക്സിനാണ് പേപ്പർ 1 50 മാർക്സിനും പേപ്പർ 2 50 മാർക്സിനാണ് നടന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് USS എക്സാം ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അതിൻ്റെ പേര് മാറ്റിയിട്ട് എന്തായിട്ടുണ്ട്, CM കിഡ്സ് UP സ്കോളർഷിപ്പ് എന്നായിട്ടുണ്ട്. സോ ഈ ഒരു ചേഞ്ച് ആണ് ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോക്കാം. ഓൾഡ് റൂൾ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ക്വാളിഫൈ മാർക്ക് ആയിരുന്നു അല്ലേ, ഒരു ഫിക്സഡ് ക്വാളിഫൈ മാർക്ക്, അതായത് 90ൽ 70% മുകളിൽ മാർക്ക് നേടിയിട്ടുള്ള എല്ലാ എന്തായിരുന്നു USS ക്വാളിഫൈഡ് ആയിരുന്നു. അതായത് 63 മാർക്ക്, അതായത് 90 മാർക്സിൽ 63 മാർക്കിന് മുകളിലുള്ള എല്ലാവർക്കും USSന്റെ സ്കോളർഷിപ്പ് എന്തായിരുന്നു, കിട്ടിയിരുന്നു. അതിൽ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ 40 എബോവ് അല്ലെങ്കിൽ 40 റാങ്ക്സിന് മുകളിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആയിട്ടും സെലക്ട് ചെയ്തിരുന്നു. സോ ഈ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ വർഷം വരെ എന്ത് ചെയ്തിരുന്നത്, നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, എൻറ്റയർലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിൻ്റെ പാറ്റേൺസും സിസ്റ്റം മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. സോ ഈ വർഷത്തെ ന്യൂ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ന്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഡൈനാമിക് കട്ട് ഓഫ് ആണ്. അതായത് നിങ്ങൾ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലുണ്ട്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത്, അതിനനുസരിച്ച് നിങ്ങളുടെ കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കും. ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര കുട്ടികൾ എഴുതുന്നുണ്ട് അതിനനുസരിച്ച് കട്ട് ഓഫ് എന്ത് ചെയ്യും, കൂടും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എക്സാമിൻ്റെ കേസായിരുന്നു ഇന്നലെ നമ്മൾ എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാനലിൽ നോക്കി കഴിഞ്ഞാൽ ആൻസർ കീ ഡിസ്കഷനൊക്കെ കാണാൻ പറ്റും. സോ നിങ്ങൾ അത് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അതുകൂടി ഒന്ന് വാച്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ വന്നുള്ളത്. എന്നാലും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റ് അല്ല ക്വസ്റ്റ്യൻ, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും വന്നിരുന്നു. പൊതുവെ കുറേ പേർക്കും അതായത് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തത് മാത്സ് മാത്രമായിരുന്നു. ബാക്കി എല്ലാ സബ്ജക്ട്സിലും എന്തായിരുന്നു, ബാക്കി എല്ലാ സബ്ജക്റ്റും ലാംഗ്വേജൊക്കെ പ്രിറ്റി സിമ്പിളായിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. സോ സിമ്പിളായിട്ടാണ് ഒരുപാട് സബ്ജക്ട്സ് വന്നിരുന്നത്. സയൻസിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ കുറച്ച് വായിച്ച് നോക്കാനുണ്ടായിരുന്നു. അതായത് സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് അത്ര ട്രിക്കി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സയൻസിലും സോഷ്യലിലും ഒന്നും എന്ത് ചെയ്തില്ല, വന്നിട്ടില്ല. സോ ആ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല. പ്രൊവിഷണൽ ആൻസർ കീ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 വീക്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, അവർ പബ്ലിഷ് ചെയ്യും. സോ അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. സോ നമുക്ക് ഈ വർഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ്സ് വരാം. ഓക്കെ, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ്സ് വിൽ നൗ ബി ഡിറ്റർമൈൻ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ഓവറോൾ പെർഫോമൻസ്. നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു കട്ട് ഓഫ് ഓവറോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് വരിക. അപ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ലിബറൽ സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, USS സ്കോളർഷിപ്പ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. സോ ഓരോ കാര്യങ്ങളും, അതായത് 63 മാർക്ക് കിട്ടിയാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, USS സ്കോളർഷിപ്പ് കിട്ടില്ല എന്നർത്ഥം. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ്. അതായത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് വരുന്നത്. ഇനി കട്ട് ഓഫ് മാർക്ക് ഈസ് നോ ലോങ്ങർ ദ സെയിം ഫോർ എവ്രി വൺ അക്രോസ് ദി സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിലെ ഓരോ ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യും, കട്ട് ഓഫ്സ് മാറിക്കൊണ്ടിരിക്കും. അത് എത്രത്തോളം സ്റ്റുഡൻസ് അവിടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈച്ച് ഡിസ്ട്രിക്ട് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് കട്ട് ഓഫ് സ്കോർ.
ഓരോ ഡിസ്ട്രിക്റ്റിനും എന്ത് ചെയ്യും സ്പെസിഫിക് ആയിട്ടുള്ള കട്ട് ഓഫ് സ്കോഴ്സ് ആണ്. നിങ്ങൾക്കറിയാം ഇനി നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ പോകുമ്പോൾ NMMS എന്ന് പറയുന്ന എക്സാം എഴുതുന്നുണ്ട് അല്ലേ. NMMSലൊക്കെ ഒരു സ്പെസിഫിക് കട്ട് ഓഫ് ആണ് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളത്. അതേപോലെ തന്നെ ഇതിലും എന്തുണ്ടാവും, ഒരു സ്പെസിഫിക് കട്ട് ഓഫ് ഉണ്ടാവും ഓരോ ഡിസ്ട്രിക്റ്റിലും. അത് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു റിക്വയർഡ് സ്കോർ ഡിപ്പെൻസ്, അതായത് യുവർ റിക്വയർഡ് സ്കോർ ഡിപ്പെൻസ് ഹെവിലി ഓൺ ദ ഡിസ്ട്രിക്ട് യു ആർ കോമ്പീറ്റിംഗ് ഇൻ. അതായത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ നിങ്ങൾ എക്സാം ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ കോമ്പീറ്റിംഗ് സ്കോർ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള രീതിയിൽ നമുക്ക് 63 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമുക്ക് സ്കോളർഷിപ്പ് കിട്ടണം എന്ന് ഉറപ്പില്ല. ഇനി ചിലപ്പോൾ 63 മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു ടഫർ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു നടന്നിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്തായിരുന്നു, നമുക്ക് കുറച്ചുകൂടി ആ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ത് ചെയ്യും, കുറയാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി നമുക്ക് മാത്സിൻ്റെ കേസ് അല്ലാതെ ബാക്കി എല്ലാ സബ്ജക്ട്സും നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു QR കോഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ഇന്നലെ നടന്നിട്ടുള്ള ലൈവ് നമ്മൾ ലാംഗ്വേജസും എല്ലാം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. സോ അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക്, അതിൽ ആൻസേഴ്സൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കട്ട് ഓഫ് നമ്മൾ കുറച്ച് കുട്ടികളുടെ നമ്മൾ സ്റ്റുഡൻസിലേക്ക് വെച്ച് നോക്കിയിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും കട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രെഡിക്റ്റഡ് കട്ട് ഓഫ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവൈലബിൾ ആവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. സോ ഈ ഒരു QR കോഡ് നിങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള കട്ട് ഓഫ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് പുതിയ വീഡിയോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ലൈവ് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള രീതിയിലുള്ള കട്ട് ഓഫ്സ് ആയിരിക്കില്ല വരിക, കുറച്ചും കൂടി ഹയർ ലെവലിലേക്കുള്ള കട്ട് ഓഫിലേക്ക് വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ വരുന്നത്. സോ നിങ്ങളെ മാർക്സ് എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് താഴെ കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ QR കോഡിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഗൂഗിൾ ഫോമിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രെഡിക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആളെ.